ഇസ്രായേലിനെ ആക്രമിച്ച ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനൊപ്പം അചഞ്ചലമായി നിൽക്കുന്നുവെന്നാണ് ബ്രിട്ടന്റെ പ്രതികരണം. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ഇന്ത്യയും അറിയിച്ചു. ഇറാന്റെ വ്യോമവർഷത്തെ ആളപായമില്ലാതെ പ്രതിരോധിച്ചുവെന്നാണ് ഇസ്രയേലും അമേരിക്കയും പ്രതികരിക്കുന്നത്. പൊറുക്കാനാവാത്ത തെറ്റാണെന്നും തിരിച്ചടിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡനും ഉറപ്പു നൽകി. ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സള്ളിവനും ആഭ്യന്തര സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതികരിച്ചു. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ ആശങ്കയറിയിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. നയതന്ത്ര ഇടപെടലുകളിലൂടെ പരിഹാരം കാണുന്നതിന് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. ഇസ്രയേലിലെ സുരക്ഷയ്ക്ക് അചഞ്ചലമായി പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അക്രമം അവസാനിപ്പിക്കാൻ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും ആവശ്യപ്പെട്ടു. അതേസമയം ഇറാൻ ആഘോഷത്തിലാണ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുല്ല അലി ഖമേനി ദൈവിക വിജയമെന്നാണ് ഇറാന്റെ ആക്രമണത്തെ പുകഴ്ത്തിയത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആക്രമണം രാജ്യ താൽപര്യങ്ങളുടെയും പൗരന്മാരുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ളതെന്നാണ് വിശദീകരിച്ചത്. ഇറാനുമായി ഇനിയൊരു സംഘട്ടനത്തിന് മുതിരരുതെന്നാണ് പെസഷ്കിയാൻ ഇസ്രയേലിന് നൽകിയിരുന്ന മുന്നറിയിപ്പ്. ഹമാസും യമനി ഹൂതികളും ഇറാന്റെ ആക്രമണത്തെ പ്രശംസിച്ച് രംഗത്തെത്തി. മേഖലയിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾക്കും വീരമൃത്യു വരിച്ച തങ്ങളുടെ നേതാക്കൾക്കും വേണ്ടിയുള്ള മറുപടിയാണ് ഇറാന്റെ ആക്രമണമെന്ന് ഹമാസ് അഭിനന്ദന പ്രസ്താവനയിൽ പറയുന്നു. പശ്ചിമേഷ്യൻ സുരക്ഷ കലുഷിതമാകുമ്പോൾ വെടിനിർത്തലിന് വീണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ട് UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തി. എക്സ്പോസ്റ്റിലൂടെയാണ് ഗുട്ടറസ് ആക്രമണത്തോട് പ്രതികരിച്ചത്. പ്രാദേശിക യുദ്ധത്തിലേക്ക് പോകാൻ ആരും താൽപര്യപ്പെടുന്നില്ലെന്ന മുന്നറിയിപ്പായിരുന്നു യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിളിന്റെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.